welcome to Career Talks with Avodha. Avodha എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോലി കിട്ടിയിട്ട് പണം അടിക്കാമെന്ന കൺസെപ്റ്റ് ആദ്യമായി കേരളത്തിൽ ലോഞ്ച് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളെ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അതിലൊരാളാണ് അരുൺ. സോ അരുണിന്റെ കരിയർ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് അവോധയിൽ പോയതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഹായ് അരുൺ. ഹായ്. വെൽക്കം ടു Career Talks. ഓക്കെ, കറന്റ് ഇപ്പൊ എന്ത് ചെയ്യാണ്? ഞാൻ ഇപ്പോ ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു ജോബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അവോധയിൽ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഞാനിപ്പോ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവോധ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഓക്കെ ഓക്കെ ഫൈൻ. ഇന്റേൺഷിപ്പ് എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്? ഞാൻ IFC എറണാകുളം. IFC വെൽത്ത് മാനേജ്മെന്റ് ഇല്ലേ എറണാകുളം. ഓക്കെ ഓക്കെ, അവിടെയാണ് ചെയ്യുന്നത്. അവിടെ എന്തായിട്ടാ ജോബ് പ്രൊഫൈൽ എന്താണ്? ഒരു ട്രേഡിംഗ് ഉണ്ട്, പോർട്ട്ഫോളിയോ ഒക്കെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ അവോധയിൽ ഏത് കോഴ്സാ പഠിച്ചേ? ഞാന് BCom ആണ്. അവോധയിൽ ഏതാ പഠിച്ചേ? അവോധയില് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റ് ആണ് പഠിച്ചത്. ഓക്കെ ഫൈൻ. അപ്പൊ അവോധയുടെ ക്ലാസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു അവോധയുടെ ക്ലാസ് ഒക്കെ? അവോധയുടെ ക്ലാസ് ഒന്നും കുഴപ്പമില്ല, ഉഷാറാണ്. മനസ്സിലാവുമായിരുന്നു. ഓക്കെ ഫൈൻ. അപ്പം എന്താ പറയാ, പ്രീ റെക്കോർഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് വേറെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സമയത്തൊക്കെ യൂസ്ഫുൾ ആയിരുന്നേനെ അല്ലേ? ഓക്കെ, ഇപ്പൊ ഡൗട്ട്സ് ഒക്കെ എങ്ങനെയാ? ലൈവ് സെക്ഷൻസ് യൂസ് ചെയ്യുമായിരുന്നോ? ചെയ്യുമായിരുന്നല്ലേ? ഓക്കെ ഫൈൻ. ഇപ്പോഴും ഓർമ്മയുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടോ അവോധയിലെ മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ്? ഓർമ്മയുണ്ട്. ആണല്ലേ? ആണല്ലേ? ഓക്കെ ഗുഡ് ഗുഡ്. ഈ 3 മാസത്തെ കോഴ്സ് 3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തോ അതോ? 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം, അതായത് 3 മാസത്തെ ക്ലാസ് കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു ടൈമിംഗ് ഒന്ന് പറയാമോ? ക്ലാസ് കഴിഞ്ഞ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു കോർഡിനേഷൻ ഒക്കെ? ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഓല് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇന്റേൺഷിപ്പിന് ഒരു 3 മാസത്തെ ഇന്റേൺഷിപ്പിനോട് അങ്ങനെ കോണ്ടാക്ട്. അപ്പൊ ഞാൻ കോളൊക്കെ വന്നോ പ്ലേസ്മെന്റ് സെല്ലിന്ന്? ആ കോള് വന്നു. ഇപ്പം ഇവിടെ നമ്മൾ മോക്ക് ഇന്റർവ്യൂസ് നടത്താറുണ്ടല്ലോ അവോധയിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനി സൈഡിൽ നിന്ന് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? എങ്ങനത്തെ ഇന്റർവ്യൂ ആയിരുന്നു? അത് ഒരു ജസ്റ്റ് ഒരു നമ്മളെ ക്വാളിഫിക്കേഷൻസും ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുള്ളൂ. ആണല്ലേ? ഓക്കെ ഫൈൻ. ഈ വർക്ക് എങ്ങനെയാണ്? വർക്ക് ഫ്രം ഹോം ആണോ അതോ? വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഏത് ഷിഫ്റ്റിലാണ്? അല്ല, കംപ്ലീറ്റ് ചെയ്താൽ മതി. ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ഡീലിംഗ്സ് ഉണ്ടല്ലോ. ഇപ്പം ഓവർസിയാസ് ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഫോറക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പം ഇവിടെ ഓവർസിയാസ് ബാങ്കിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ നമ്മുടെ അവോധയിൽ ഏതാ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്? അവോധയില് ഒരു അവോധയില് മറ്റേ ട്രേഡിംഗ് ആണ് പഠിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മുടെ 3 മാസത്തെ ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ആസ് എ അവോധിയൻ മോൻ എന്താണ് പറയാനുള്ളത് പുതിയ സ്റ്റുഡൻസിനോട്? ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഒരു മിസ് ചെയ്യരുതെന്ന് പറയാനുള്ളൂ, വേറെ ഒന്നും പറഞ്ഞു. ആണല്ലേ? ഓക്കെ ഫൈൻ. പഠിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരുന്നോടാ സ്റ്റോക്ക് മാർക്കറ്റ്? ടഫ് ആണോ? അല്ല, ഈസിയാണ് ശരിക്കും പഠിപ്പിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റില്. ട്രേഡിങ്ങോ എന്തുവാ? ട്രേഡിങ്, പിന്നെ മറ്റേ എന്താ പറയാ, മറ്റേ ഫ്യൂച്ചറിന്റെ ഇതല്ലേ, ട്രേഡിങ്ങും ക്യാൻഡിൽ ലൈറ്റ്സ് ഒക്കെ അല്ലേ? ക്യാൻഡിൽ ലൈറ്റ്സ് ഒക്കെ. ഓക്കെ ഫൈൻ. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പം ക്ലാസ്സസ് ഒക്കെ ഈവൻ ക്ലാസ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യാണ്. അപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല അവോധയുടെ കൂടെയുള്ള ജേർണി അല്ലേ?
ഇല്ല കുഴപ്പമില്ല. ഇപ്പൊ ഏത് കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയത് ഒന്നുകൂടെ പറയാമോ? IFC-യിലുള്ള വെൽത്ത് മാനേജ്മെന്റ്. വെൽത്ത് മാനേജ്മെന്റിലാണ്, എറണാകുളത്താണ്, വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. അവോധയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ആണ് പഠിച്ചത് അല്ലെ? പേര് അരുൺ. ഓക്കേടാ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, പ്ലേസ്മെന്റ്സ് ഒക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ.